മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റോമൻസിൻ്റെ പഠനം മുഖവരയായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എഴുതാനുള്ള കാരണവും ഒക്കെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ച് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഏത് രീതിയിലാണെന്നും ഇത് എഴുതിയതിനെക്കുറിച്ചും ഉള്ള ചിന്തകൾ ചരിത്രകാരന്മാരിലുണ്ട്. അതേക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ സന്ദർഭവും കാലവും ഒക്കെയാണ് ഇന്ന് ചിന്തിക്കുന്നത്. എല്ലാവർക്കും അറിയാം പൗലോസാണ് ഇത് എഴുതിയത് എന്ന്. അത് നേരത്തെയുള്ള സഭാപിതാക്കന്മാരായിട്ടുള്ള ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, പോളികാർപ്പ് ഇവരൊക്കെ പൗലോസാണ് അത് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലെ പല ലിഖിതങ്ങളിലും ചില സുറിയാനി, ലാറ്റിൻ തർജിമകളിലെല്ലാം പൗലോസാണ് എന്ന് പറഞ്ഞത് ഉദ്ധരിച്ചിട്ടുള്ളതായിട്ട് കാണും. ബൈബിളിൽ ചില വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. പൗലോസ് തന്നെ പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുമായി എല്ലാവർക്കും എഴുതുന്നു. പൗലോസ് തന്നെ പറയുന്നത്. പിന്നെ അതിനകത്ത് അപ്പുറത്ത് പിന്നെ വേറെ ഒരു ചോദ്യമോ ചിന്തയോ ഒന്നും അതിനകത്ത് നമുക്ക് വേറെ മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് തന്നെ എഴുതിയതാണെന്ന് പൗലോസ് പറയുന്നു. എഫെസോസിൽ 3 വർഷം പ്രവർത്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 20:31 അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുന്നത്. ഈ എഫേസ്യ ലേഖനത്തിൽ അവിടെയുള്ള ആർക്കും തന്നെ വന്ദനം അയക്കുന്നില്ല. അതുകൊണ്ട് ചില ചിന്തകളുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 15-16 അധ്യായങ്ങൾ എഫേസ്യ ലേഖനത്തിൻ്റെ അന്ത്യഭാഗമാണെന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ റോമർ 16 പറയുന്ന ആരും തന്നെ പേരുകളൊന്നും തന്നെ എഫേസ്യറിലുള്ള ഒരു പേരല്ല എന്ന് നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് അതും ഈ സമയത്ത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. പിന്നെ ഇതിന് 4 ഉപസംഹാരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. 4 ഉപസംഹാരം എന്ന് പറയുന്ന പല ഭാഗങ്ങളിലും കർത്താവിൻ്റെ 15-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിലുമൊക്കെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്ന ഭാഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ വേറൊരു ഭാഗത്തിൻ്റെ ഒരു പാർട്ട് ഇങ്ങോട്ടേക്ക് മാറി എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള ചിന്തയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആ രീതിയിലല്ല അത് ക്രോഡീകരിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഈ റോമ സഭയെക്കുറിച്ച് പൗലോസിന് വളരെ ആവേശമുണ്ടായിരുന്നു. റോമിൽ തൻ കർത്താവിനെ സാക്ഷിക്കുമെന്ന് ദൈവം നേരത്തെ പൗലോസിനെ അറിയിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 23:11 വാക്യത്തിൽ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷിക്കേണ്ടതാവുന്നു എന്നരുളി ചെയ്തു. എന്നാൽ യെരുശലേമിൽ സാക്ഷിക്കുന്ന പോലെ റോമയിൽ സാക്ഷിക്കും എന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് അവരെ സന്ദർശിക്കാനുള്ള തൻ്റെ ഉദ്ദേശം അവരെ നേരത്തെ അറിയിക്കുമെന്ന് താൻ ആഗ്രഹിച്ചു. എന്നാൽ റോമയിലേക്കുള്ള അപകടപൂർണമായ യാത്രയിൽ നമുക്കറിയാം റോമൻ വിശ്വാസികളുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. അങ്ങനെ റോമ സന്ദർശനത്തിന് കളമൊരുക്കാനായിട്ടായിരിക്കും ഈ ലേഖനം എഴുതിയത്. കൂടാതെ ഒരു പ്രത്യേക വ്യക്തിയുടെ ചുമതലയില്ലാതെ വളർന്നു വന്ന ഈ സഭയെ വിശ്വാസ സത്യങ്ങൾ ഉറപ്പിക്കുന്നതിനും പ്രസംഗിക്കുന്ന സുവിശേഷം എന്തെന്ന് അവർ മനസ്സിലാക്കുന്നതിനും കൂടിയാണ് ഇത് എഴുതിയത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇത് എഴുതിയത് ആരാണ്? കോരിന്തിന് സമീപമുള്ള കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ. 16:1 അത് പറയുന്നത് പോകുന്നതിന് തയ്യാറെടുക്കുകയാണ്. അപ്പോഴേ എന്താ ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. റോമിലേക്ക് പോകുന്നതിന് തയ്യാറെടുക്കുന്ന ഈ ലേഖനം ഫേബയുടെ കൈവശം കൊടുത്തു വിടുകയാണ്. ഇദ്ദേഹം കോരിന്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അദ്ദേഹം എന്ന് പറഞ്ഞാൽ പൗലോസ് കോരിന്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ സമയത്ത് ഗായോസ് എന്ന് പറഞ്ഞ ഒരാളിനെ വിളിച്ച് അവിടെ ഇരുത്തി എഴുതിയാണ് ഇത് ഫേബയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതിയത് ഗ്രീസിലെ തൻ്റെ 3 മാസത്തെ തടവ് കാലത്ത് ആണ്. 3 മാസത്തെ താമസക്കാലത്ത്
കോരിന്തിൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 20:2-3 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് 3 മാസം കഴിഞ്ഞ് സിറിയയ്ക്ക് കപ്പൽ കയറി പോകാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടിട്ടുണ്ടാക്കിയാൽ മക്കെദോന്യ വഴി മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചു. തൻ്റെ 3 മാസത്തെ മിഷണറി യാത്രയിൽ അഖായയിലും കോരിന്തിലുമുള്ള വിശ്വാസികളുടെ ധർമ്മശേഖരവുമായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഇതെഴുതിയത്. റോമർ 15:25-27 വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ അതിലേക്ക് പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത് വരും. അതുപോലെ 1 കൊരിന്ത്യർ 1:14 കോരിന്തുകാരനായ ഗായോസിനെ കുറിച്ചും പറയുന്നുണ്ട്, തന്നെ അതിസൽക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും. ഈ ലേഖനം കോരിന്തിൽ വെച്ചാണ് എഴുതുന്നതെന്ന് വ്യക്തമായിട്ട് അതുകൊണ്ട് മനസ്സിലാക്കാം. നേരത്തെ ഇത് സംസാരിച്ചാണ് AD 58 ഉദ്ദേശം ഇത് എഴുതിയത്. അപ്പോൾ ഇത് എഴുതിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. യഹൂദന്മാരും ജാതികളും തമ്മിലെ ചില പ്രയാസങ്ങൾ റോമൻ സഭയിലുണ്ടായി. അതുകൊണ്ട് അവരെ അതിൽ ഉറപ്പിക്കാനായിട്ട് അന്നേരം ഒരു 7-8 കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? റോമിലുള്ള വിശ്വാസികളെ രക്ഷയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് എഴുതിയത്. മാർഗത്തിനെതിരെ അവരാണ് ദൈവത്തിൻ്റെ മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജാതികളാണെന്ന് പറഞ്ഞ് അവരെ തന്നെ യഹൂദന്മാരെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പഠിപ്പിക്കൽ, ഇസ്രായേലിൻ്റെ അവിശ്വാസവും അവൻ്റെ വ്യാപ്തിയും വിശദീകരിക്കുന്നതിന് വേണ്ടി എഴുതി. പൂർണ്ണമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം പ്രായോഗികമായി നയിക്കുന്നതിന് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി. അധികാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന എങ്ങനെ ജീവിക്കാം എന്നുള്ളത് എഴുതി. അതുപോലെ ബലഹീനരെ എങ്ങനെ വഹിക്കാം എന്നുള്ളത് എഴുതി. തൻ്റെ ഉദ്ദേശവും പ്ലാനും അറിയിക്കാനായിട്ട്. അതുപോലെ റോമിലെ സഭയെ ഫേബയെ പരിചയപ്പെടുത്തുന്നതിന്, മുൻ സ്നേഹിതർക്ക് വന്ദനം ചെല്ലുന്നത്, ഇങ്ങനെയുള്ള 7-8 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും ഈ ലേഖനം എഴുതിയത്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസ ഉപദേശങ്ങൾ 2 പേർക്കും, എന്നുവെച്ചാൽ ജാതികൾക്കും യഹൂദന്മാർക്കും കിട്ടുക എന്നുള്ള ഒരു വലിയൊരു ചിന്തയിലാണ് ഇത് എഴുതി നമ്മൾ മനസ്സിലാക്കുക. ഇതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ 1 by 1 ഓരോന്നായിട്ട് നമ്മൾ പറയും. എന്നാലും ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യരാശിയുടെ രക്ഷ, മനുഷ്യൻ്റെ ചരിത്രം, ക്രൈസ്തവ സ്വഭാവം, ഇതെല്ലാം ഇതിനകത്ത് ദൈവജ്ഞാനത്തിലെ വെളിപ്പെട്ട് ഇതിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷയുടെ തത്വശാസ്ത്രം ഇതിൽ കാണാം. 9 മുതൽ 11 വരെ ചരിത്രത്തിൻ്റെ തത്വശാസ്ത്രം ഇതിൽ കാണാം. 12 തൊട്ട് 15 വരെ സ്വഭാവത്തിൻ്റെയും സന്മാർഗ നിലയുടെയും തത്വശാസ്ത്രം ഇതിൽ കാണാം. ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പൗലോസിനെ ചോദിച്ച് പൗലോസിന് ഉത്തരം പറയുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നത് എങ്ങനെ? ഇസ്രായേലിന് ചരിത്രത്തിലുള്ള പ്രാധാന്യം, സ്ഥാനവും പ്രാധാന്യവും എന്താണ്? ക്രൈസ്തവ സ്വഭാവത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്തെല്ലാം? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇതിനകത്ത് ഒരുപാട് ക്രോഡീകരിച്ച് പറയുന്നുണ്ട്, ഈ അധ്യായങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ വേദശാസ്ത്രത്തിൻ്റെ ഒരു നട്ടെല്ലാണ് ഈ ലേഖനം എന്ന് നമുക്ക് പറയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, പാപത്തെക്കുറിച്ച് ഇങ്ങനെ വന്നിട്ട് നീതീകരണം കഴിഞ്ഞ് മൗക്തീകരണം വരെയുള്ള വിവിധമായിട്ടുള്ള കാര്യപരിപാടികൾ ഈ ലേഖനത്തിൽ കാണുന്നതായിട്ട് കാണാം. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ ഒരു മുഖ്യ ഗ്രന്ഥം ഉള്ള രീതിയിലാണ് മാർട്ടിൻ ലൂതർ ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്വർണ്ണനാവുകാരനായ ക്രിസോസ്റ്റത്തെക്കുറിച്ച് സഭാപിതാവായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഈ ലേഖനം ഞാൻ മുഴുവൻ വായിക്കുമെന്ന് ക്രിസോസ്റ്റം തൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വില്യം ടെൻഡെയിൽ എന്ന് പറയുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ, ഈ കമൻട്രികളൊക്കെ എഴുതിയ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് ഈ തിരുവെഴുത്ത് ശരിക്കും അതൊരു മാർഗവും വെളിച്ചവുമാവുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെയും ദിനം പ്രതിയുള്ള ആത്മീയ മന്നയാണ് റോമർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നു.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിൻ്റെ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ കാണാനുള്ള ഒരുപാട് ഉദ്ധരണികൾ ഉണ്ട്. പഴയ നിയമത്തിൽ നിന്ന്, സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന്, യെശയ്യാവ്, സങ്കീർത്തനങ്ങൾ, ഇതിൽ നിന്നുള്ള ഉദ്ധരണികളെടുത്ത് പല കാര്യങ്ങളും സമർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത അനേകം വാക്കുകൾ ഇതിലുണ്ട്. പ്രധാനമായിട്ട് പറയുന്ന ന്യായപ്രമാണം എന്ന് പറഞ്ഞ് 75 പ്രാവശ്യം പറയുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുന്ന കാര്യം 71 പ്രാവശ്യം പറയുന്നുണ്ട്. നീതി എന്ന് പറയുന്ന വാക്ക് 66 പ്രാവശ്യം ഇതിൽ പറയുന്നുണ്ട്. വിശ്വാസം എന്നുള്ള കാര്യം 62 പ്രാവശ്യം പറയുന്നുണ്ട്. ഓക്കെ, പാപം 60 പ്രാവശ്യം പറയുന്നു. ഇതെല്ലാം ജസ്റ്റ് ഇതിനകത്തുനിന്ന് നോട്ട് ചെയ്ത് എഴുതുന്നതാണ്. മരണം 42 പ്രാവശ്യം പറയുന്നു. കണക്കിടുക എന്ന് പറയുന്നത് 19 പ്രാവശ്യം പറയുന്നു. ജഡം എന്ന് പറയുന്ന 20 പ്രാവശ്യം. ഇങ്ങനെയുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് മറ്റുള്ള ലേഖനങ്ങളിൽ ഇല്ല. അതുകൊണ്ട് ഈ ലേഖനത്തിന് എപ്പോഴും വലിയൊരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. നമ്മളെ ഓരോ ഭാഗങ്ങൾ തിരിച്ച് ഇത് പഠിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. ഒരു കാര്യം മാത്രം ഓർക്കുക, തികച്ചും വ്യത്യസ്തമായൊരു ലേഖനമാണ് മറ്റുള്ള ലേഖനങ്ങൾ. അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഈ റോമൻസ് അതിൻ്റെ പഠനം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് തിയോളജി ആണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് തിയോളജി. നേരത്തെ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞാണ് അത് കറക്ഷൻ, റിപ്രൂഫ്, അതുപോലെ അത് രണ്ടാമത്തെ കറക്ഷൻ, റിപ്രൂഫ്. ആദ്യം എന്താണ്? അത് ഡോക്ട്രിൻസ് ആണ്, ഉപദേശപരമായിട്ടുള്ള ടീച്ചിങ്. അന്നേരം ഇത് അനേകം മനുഷ്യരുടെ രൂപാന്തരത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ റോമാലേഖനം വായിച്ചിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രക്ഷിക്കപ്പെട്ട് വന്നത്. 1129 ബൈബിൾ വായിക്കാനായിട്ടുള്ള പെർമിഷൻ പോലുമില്ല. കാരണം അന്ന് കത്തോലിക്ക സഭ മാത്രം ഒരു സഭയേ ഉള്ളൂ, വേറെ സഭയില്ല. അന്നൊരു ഡാർക്ക് ഏജാണ്. അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാവുന്ന പോലെ അന്ന് പാപമോചന ചീട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ പാപം ക്ഷമിക്കാനുള്ള അവകാശമുള്ളൂ, വേറെ ആർക്കുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് 1517 ഒക്ടോബർ 31 ജർമ്മനിയിലെ വിറ്റൻബർഗിൽ ഇദ്ദേഹം 95 തീസിസ് എഴുതി അവിടെ പള്ളിയിൽ കൊണ്ട് ഒട്ടിക്കുകയായിരുന്നു. ഒട്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 1517 ആയിരുന്നു, 507 വർഷത്തോളമായി. അത് റോമർ 1:17 വാക്യം വായിച്ചിട്ടുള്ള ഒരു വ്യത്യാസമായിരുന്നു. അത് ഹബക്കൂക്കിൻ്റെ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വേറൊന്നുമല്ല, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അതിനാൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ വിശ്വാസം പ്രവർത്തിയാലല്ല, വിശ്വാസത്താലാണ്. അന്ന് പ്രവൃത്തി വേണം എന്നായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്താലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായതായിട്ട് അറിയാം. അദ്ദേഹം ദൈവത്തെ അറിയുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അപ്പോഴേ മാർട്ടിൻ ലൂതർ ദൈവവിശ്വാസിയായി, ക്രൈസ്തവ സന്യാസിയായിരുന്ന അദ്ദേഹം ഇങ്ങനെ ദൈവവിശ്വാസിയായി മാറി. അതിനുശേഷം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഉണ്ടായി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ വിപ്ലവം തന്നെ ഉണ്ടായി. അതിൻ്റെ പിന്നിൽ നിന്നാണ് മെത്തേഡിസ്റ്റ് ചർച്ചിൻ്റെ ഉപജ്ഞാതാവായ ജോൺ വെസ്ലി റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ട് മാനസാന്തരപ്പെട്ട് മെത്തേഡിസ്റ്റ് ചർച്ച് തന്നെ ഉണ്ടായത്. എന്തുകൊണ്ട് ഇതൊക്കെ പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, ഇത് ഇന്നും മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം റോമ ലേഖനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളതിനെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഇനി ആ ഡീറ്റെയിൽഡായിട്ട് ആ റോമൻസിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സമയം അവസാനിച്ചുകൊണ്ട് നമ്മൾ തുടർന്നുള്ള ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കും. ആ ഡിസ്ക്രിപ്ഷൻസ്, റോമൻ ലേഖനം ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മൾ കയറുകയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധ വെക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന നിങ്ങൾ നോട്ട്സ് ഉണ്ടെങ്കിൽ, നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് റെഫറൻസും ആ പോയിൻറ്റ്സും എഴുതി വെച്ചെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും
ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മുഖവരയായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് എഴുതാനുള്ള ഉദ്ദേശം എന്താണെന്നും ഇത് എവിടെ വെച്ച് എഴുതിയെന്നും ആർക്ക് കൊടുത്തു എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചത്. എന്നാൽ പൂർവ്വപിതാക്കന്മാർ പലരും ഇത് അക്നോളജ് ചെയ്ത് പഠിക്കുകയും കർത്താവെ ഇത് പഠിപ്പിക്കുകയും ചെയ്ത് മനുഷ്യൻ്റെ രൂപാന്തരത്തിന് കാരണമായി തീർന്നു. കർത്താവെ, പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉടലെടുപ്പ് പോലും റോമാലേഖനത്തിലെ വാക്യം വായിച്ചിട്ടാണ് മാർട്ടിൻ ലൂതർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്ന് ഞങ്ങൾ അറിയുന്നല്ലോ. അത് ഈവൻ മെത്തഡിസ്റ്റ് സഭ പോലും ഉണ്ടായത് ജോൺ വെസ്ലി റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ടുള്ള രൂപാന്തരത്തിലാണെന്നുള്ള ചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. കർത്താവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലും ഈ നാളിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാവുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, വിശ്വാസത്തിലുള്ള ജീവിതം, കർത്താവെ, ഞങ്ങളെ നീതീകരിക്കുന്ന ദൈവം, ഞങ്ങളെ വിശ്വാസത്തിൽ നടത്തുന്ന ദൈവം ഈ അധ്യായങ്ങളിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ അതെല്ലാം കാണുന്നതാവുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, എൻ്റെ പഠനമൊക്കെ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനായിട്ട് ഞങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കർത്താവെ പ്രയാസങ്ങളിരിക്കുന്നവരെ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൈ വിരലുകളെ കാൽമുട്ടുകൾക്കൊക്കെ കർത്താവെ റുമാറ്റിക്കായിട്ടുള്ള വേദന, വാദസംബന്ധമായിട്ടുള്ള വേദന വന്നിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാക്കുവാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരും. തീർച്ചയായും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനകളും റൊമാറ്റിക് പെയിൻസും ശരീരത്തിലുള്ള വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൈശാചിക അറ്റാക്കുകൾ വന്നിരിക്കുന്ന ചില ആളുകൾ, ഡെമോണിക് അറ്റാക്ക് പ്രോബ്ലംസ്, മാനസികമായിട്ട് ഇടുങ്ങിയിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, അതുപോലെ ഡിപ്രഷനായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ആയിട്ടുള്ള പൈശാചിക അറ്റാക്ക് വന്നിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? കർത്താവിനെന്ന് വിടുതൽ സാധ്യമാകും. ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും, നമുക്ക് വിടുതൽ തരും, അനുഗ്രഹിക്കും. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ കർത്താവെ നീ വിടുവിക്കുന്ന ഓർത്ത സ്തോത്രം. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് ദൈവം ആ ഭവനങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരട്ടെ, വേദനകളെ മാറ്റട്ടെ, ദുരിതങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ പ്രയർ ലൈനിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.